എന്നാൽ Thar Roxxലേക്ക് വരുന്ന സമയത്ത് അകത്ത് നിന്ന് തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതൊരു വലിയ വ്യത്യാസമാണ്. ഇനി Thar Roxxലേക്ക് വരുന്ന സമയത്തുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ് ഈ തേർഡ് റോയിൽ വിത്ത് സീറ്റ്. ശരിക്കും പറഞ്ഞാൽ ഫാമിലിനൊക്കെ അപേക്ഷിച്ച് ഇത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കൺവീനിയൻസ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അകത്തൊരു ആൻറ്റി ഗ്രാവിറ്റി പോലത്തെ എന്തോ ഒരു സെറ്റപ്പ് ഉണ്ട്. ആ സെറ്റപ്പ് ഉപയോഗിച്ചത് അപ്പോൾ അതൊക്കെ ക്ലോസ് ചെയ്ത് പോകും. മഹീന്ദ്ര അത് പരിഗണിച്ചു. അവരിപ്പോൾ അതാ കളേർഡ് സീറ്റുകൾ ഇറക്കിയിട്ടുണ്ട്. അതായത് എൻ്റെ ഇടതുവശത്തുള്ളത് Thar Roxx ആണ്. ഏറ്റവും പുതിയതായിട്ട് മഹീന്ദ്ര അവതരിപ്പിച്ച അവരുടെ 5 ഡോർ Thar. എൻ്റെ വലതുവശത്തുള്ളത് Thar ആണ്. അതായത് നേരത്തെ ഇറങ്ങിയ 3 ഡോർ Thar. ഇത് രണ്ടും തമ്മിൽ എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സൈസിൻ്റെ കാര്യത്തിലും ഡോറിൻ്റെ കാര്യത്തിലും മാത്രമല്ല കുറച്ചധികം വ്യത്യാസങ്ങളുണ്ട്. അതെന്തൊക്കെയാണ് എന്ന് എക്സ്പ്ലോർ ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ. എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യത്തെ ഒരു കാര്യം പറയാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല ഓഫ് റോഡ് വാഹനമാണ്. Thar Roxxലേക്ക് വരുന്ന സമയത്ത് അത് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ടൊരു ഫാമിലി ഓഫ് റോഡർ എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. കാരണം ഒരു 4x4 വരുന്ന സമയത്ത് രണ്ടിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. രണ്ടിൻ്റേതായിട്ടുള്ള ഓഡിയൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു സൈസ് വൈസ് ഒക്കെ നോക്കുന്ന സമയത്ത് ടൈറ്റ് ആയിട്ടുള്ള ഒരു ഓഫ് റോഡ് കണ്ടീഷനിലൊക്കെ എടുത്ത് കൊണ്ടുപോകാൻ കുറച്ചും കൂടി അഗ്രസീവ് ആയിട്ടുള്ളത് 3 ഡോർ തന്നെയാണ്. അതിൻ്റേതായിട്ടുള്ളൊരു സെഗ്മെൻറ്റ് അപ്പുറത്തുണ്ട്. ഇത് കുറച്ചും കൂടി ഫാമിലി ഓറിയൻറ്റഡ് ആണ്, കംഫർട്ടബിൾ ആണ്, സ്മൂത്ത് ആണ്. റൈഡൊക്കെ കുറച്ചും കൂടി എന്താ പറയുക സ്റ്റാൻഡേർഡ് ആണ്. അങ്ങനെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടിനെയും നമ്മൾ അങ്ങനെ കമ്പയർ ചെയ്യുന്നില്ല. രണ്ടിൻ്റേതായിട്ടുള്ള പർപ്പസുകളുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ ആണ് നമ്മൾ ഈ ഒരു കാര്യങ്ങൾ സംസാരിക്കുന്നത്. പക്ഷേ രണ്ടും ഒരേ വാഹനം ആയതുകൊണ്ടും ചെറിയ വ്യത്യാസങ്ങളുള്ളതുകൊണ്ടും അതിനെക്കുറിച്ച് സംസാരിക്കാം എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. പക്ഷേ അതിന് മുന്നേ വേറൊരു കാര്യം പറയാം. ഇപ്പോൾ നിങ്ങൾ Thar എടുക്കണം, അതായത് ഈ 3 ഡോർ Thar എടുക്കണം എന്ന് ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ 1.5 ലക്ഷം രൂപ ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള ഇറാം മോട്ടോഴ്സിൻ്റെ ഷോറൂമുകളിൽ ബന്ധപ്പെട്ട് ഞാൻ നിങ്ങൾക്ക് കിട്ടും. പിന്നെ അതേപോലെ തന്നെ നിങ്ങളൊരു ഓൾറെഡി ഒരു മഹീന്ദ്ര കസ്റ്റമർ ആണെന്ന് വിചാരിക്കും. XUV 400, അതുപോലെ തന്നെ XUV 700, അതുപോലെ തന്നെ സ്കോർപിയോ N, ഈ 3 വാഹനങ്ങൾ നിങ്ങൾ ആർക്കെങ്കിലും റെഫർ ചെയ്ത് കൊടുത്ത് അവർ ഈ വണ്ടി എടുത്താൽ നിങ്ങൾക്കൊരു 10,000 രൂപ കിട്ടും. അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് ഒരു മലേഷ്യൻ ട്രിപ്പും കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, XUV 400ലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പം ഏറ്റവും കൂടുതൽ ആളുകൾ കഴിഞ്ഞ മാസം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങിയ ഇലക്ട്രിക് വാഹനം XUV 400 ആയിരുന്നു. അതിനും മഹീന്ദ്ര ഓഫർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏകദേശം 3 ലക്ഷം രൂപ ഡിസ്കൗണ്ട് ഉണ്ട്. അതായത് XUV 400ക്ക് 3 ലക്ഷം. ഇനി XUV 700ൻ്റെ AX7ഉം AX5 ഒക്കെ എടുക്കുകയാണെങ്കിൽ അപ് ടു 2 lakh ഡിസ്കൗണ്ടും നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ മഹീന്ദ്ര വാഹനങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവരുടെ ലൈനപ്പിൽ ഏറ്റവും മികച്ച വാഹനങ്ങൾക്ക് മഹീന്ദ്ര ഓഫർ ഇട്ടിട്ടുണ്ട്. അതൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട് നമുക്കിതിൻ്റെ വ്യത്യാസങ്ങൾ നോക്കാം. ആദ്യം ഇത് Thar Roxxൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ സ്ലാട്ടുകളായിട്ടുള്ള ഗ്രില്ല് കാണാം. ഈ ഒരു ഗ്യാപ്പ് പരിശോധിക്കുന്ന സമയത്ത് 6 സ്ലാട്ടുകൾ തന്നെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. പക്ഷേ അതൊരു 6 പാക്ക് സ്റ്റൈലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ ഇവിടുത്തെ നോക്കിയാൽ 7 സ്ലാട്ടുകൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു ഗ്യാപ്പ് ഉണ്ടെന്ന സമയത്ത് 6 വരകൾ മാത്രമേ ഉണ്ടാവുള്ളൂ, 7 ഗ്യാപ്പുകളുണ്ട് ആ തരത്തിൽ. എന്നാൽ അതിൻ്റെ രണ്ടിൻ്റെയും പാറ്റേൺ എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഹെഡ് ലാമ്പ് യൂണിറ്റിലേക്ക് വരാം. ഹെഡ് ലാമ്പ് യൂണിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ Tharനകത്ത് ഫുള്ളി ഹാലജൻ ലാമ്പിംഗ് സെറ്റപ്പാണ്. അത് ഹെഡ് ലാമ്പ്, അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ, DRL കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തേക്ക് കൊടുത്തുകൊണ്ടു. ഫോഗ് ലാമ്പ് ഇതവിടെ കാണാം. ഇതെല്ലാം ഒരു ഹാലജൻ പാറ്റേണിലാണ് വന്നുള്ളത്. അത് ഇങ്ങോട്ട് വരുന്ന സമയത്ത് കംപ്ലീറ്റ്ലി LED സിസ്റ്റമാക്കി മാറ്റി. DRL ഇവിടെ ഒരു C ഷേപ്പ് കർവാക്കി കൊടുത്തിട്ടുണ്ട്. LED ഹെഡ് ലാമ്പ് യൂണിറ്റ്. ഇവിടെ നമുക്ക് ഇൻഡിക്കേറ്റർ കാണാം, അത് LED ആണ്. ഫോഗ് ലാമ്പ് കാണാം, അത് LED ആണ് എന്നുള്ളതാണ്. ഇനി ഒരു ബമ്പറിലേക്ക് നോക്കിയാൽ ഇവിടെ പ്ലെയിൻ ആണല്ലേ, ഒരു പ്ലെയിൻ പോലെ. എന്നാൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെ Thar എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബമ്പറിൻ്റെ ഫ്രണ്ട്. ലുക്ക് വൈസ് ഈ ഒരു ബമ്പർ യൂണിറ്റ് ഏറെക്കുറെ സെയിം തന്നെയാണ്. അതിൽ വലിയ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല എന്നുള്ളതാണ്. പിന്നത്തെ ഒരു കാര്യം, ഇവിടെ ഈ ബോണറ്റ് ഓപ്പൺ ആക്കാൻ പാകപ്പെടുന്ന തരത്തിലൊരു ഗ്യാപ്പ് 2 കൈയും വെക്കാൻ പറ്റുന്ന തരത്തിൽ Thar Roxxൻ്റെ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഇങ്ങോട്ട് വരുന്ന സമയത്ത് അങ്ങനെ ഒരു ഗ്യാപ്പോ കാര്യങ്ങളൊന്നുമില്ല. അതിങ്ങനെ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന പോലെ ഒരു പ്ലെയിൻ സെറ്റപ്പിലാണ് എന്നുള്ളതാണ്. ഇതാണ് ഫ്രണ്ടിൽ നോക്കുന്ന സമയത്തുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. ഒരു വ്യത്യാസം കൂടിയുണ്ട്. ഇവിടെ നമുക്കൊരു 360 ഡിഗ്രി ക്യാമറ യൂണിറ്റിൻ്റെ ഒരു ഫ്രണ്ട് ക്യാം കൊടുത്തിട്ടുണ്ട്. അത് Tharനകത്തില്ല. Tharനകത്ത് അങ്ങനെ ക്യാമറ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ റിവേഴ്സിൽ മാത്രമേ ഉള്ളൂ. സൈഡ് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് ചേഞ്ചസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം ഡോറാണ്. 2 ഡോറുകൾ വന്നിട്ടുണ്ട്. മറ്റൊരു കാര്യം, വീൽ ബേസ് കൂടിയിട്ടുണ്ട്, അതുപോലെ തന്നെ ലെങ്ത്ത് കൂടിയിട്ടുണ്ട്, ഹൈറ്റ് കൂടിയിട്ടുണ്ട്, വിഡ്ത്ത് കൂടിയിട്ടുണ്ട്. അതായത് ശരിക്കും ഒരു 3 ഡോർ Tharനെ വലുതാക്കിയേക്കണല്ല ചെയ്തേക്കുന്നത്. എൻ്റയർലി ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോമാണ്. സ്കോർപിയോ Nലൊക്കെ ഉപയോഗിച്ചുള്ള പ്ലാറ്റ്ഫോമാണ് ഇതിനകത്ത് ഉപയോഗിച്ചുള്ളത്. അവിടെ തന്നെ കുറച്ചുകൂടി റൊബസ്റ്റാണ്, ഒരു കംഫർട്ടും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. 19 ഇഞ്ച് വീലുകൾ വന്നിട്ടുണ്ട്. മറ്റതിലേക്ക് വരുന്ന സമയത്ത് 18 ഇഞ്ച് വീലുകളാണ് കൊടുത്തിട്ടുള്ളത്. സെയിം തന്നെയാണ്. ഈ സൈഡ് വ്യൂ മിറർ ഇതിനകത്ത് ഇലക്ട്രിക്കലി ഫോൾഡ് ചെയ്യാൻ പറ്റും.
മറ്റേതിനകത്ത് നമ്മൾ മാനുവൽ ഫോൾഡിങ് മാത്രമാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് ഇലക്ട്രിക്കൽ കൺട്രോൾ ചെയ്യാം. ഇതിനകത്ത് ക്യാമറ ഉണ്ട്, ബിക്കോസ് 360 ഡിഗ്രി ക്യാമറ ഉള്ളതുകൊണ്ട്. ഈ ആൻറ്റിനയും കാര്യങ്ങളൊക്കെ സെയിം ആണ്. റൈറ്റ് സൈഡിൽ താർ എന്ന് പറയുന്നൊരു ബാഡ്ജിങ്, അപ്പുറത്തേക്ക് വരുന്ന സമയത്ത് താർ റോക്സ് എന്ന് പറയുന്ന ബാഡ്ജിങ്, അങ്ങനെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അത് താറിലും താർ റോക്സിനകത്തും അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് എന്നതാണ്. പിന്നെ ഇതാ റൂഫ് കംപ്ലീറ്റ്ലി സ്റ്റീൽ റൂഫാണ്, അല്ലെങ്കിൽ ആ ഒരു ബോഡി പാനലിനകത്തേക്ക് വന്നേക്കുന്ന ആ ഒരു അലുമിനിയം റൂഫ് പോലെയാണ് കൊടുത്തേക്കുന്നത്. മറ്റേലേക്ക് വരുന്ന സമയത്ത് പ്ലാസ്റ്റിക് റൂഫാണ്. നമുക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുണ്ട്, ഇതിനകത്ത് അങ്ങനെ കൺവേർട്ടബിൾ ഓപ്ഷൻസും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ ഒരു ഭാഗമൊക്കെ എക്സ്ട്രാ ആണ്, അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ബാക്കിയൊക്കെ സെയിം തന്നെ കേട്ടോ. ഇനി സൈഡിലത്തെ മറ്റൊരു പ്രത്യേകതയാണ് നമ്മുടെ ഫ്യൂവൽ ലിഡ്. താറിലേക്ക് വന്നാൽ, ഇതിപ്പോൾ താറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, താറിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കീട്ട് തുറക്കണം. എന്നാൽ താർ റോക്സിലേക്ക് വരുന്ന സമയത്ത് അകത്ത് നിന്ന് തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതൊരു വലിയ വ്യത്യാസമാണ്. സാധാരണ ഇതിൽ അവിടെ ഫ്യൂസ് ടാങ്ക് ശരിക്കും സേഫ്റ്റി പ്രകാരമായിട്ട് ഓഫ് ചെയ്യണം, പക്ഷേ എന്നാലും നമ്മളൊക്കെ അകത്തുനിന്ന് കൺട്രോൾ ചെയ്യലാണ് സാധാരണഗതിയിൽ പതിവുള്ളത് എന്നുള്ളതാണ്. ബാക്ക് ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ലാമ്പിംഗ് സിസ്റ്റം കംപ്ലീറ്റ് ഇതിനകത്ത് ഹാലജനാണ്. ആ ഒരു ടൈൽ ലാമ്പും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് വരുന്ന സമയത്ത് ഇലക്ട്രിക് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഷേപ്പിലും ചെറിയ വ്യത്യാസമുണ്ട്. അതിനകത്ത് താർ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് ഒക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു ടൈൽ ലാമ്പ് വന്നേക്കണത്. എന്നാൽ ഇതിലേക്ക് വരുന്ന സമയത്ത് അങ്ങനെയല്ല, കുറച്ചുകൂടി വിസിബിൾ ആയിട്ടുള്ള, കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുള്ള ഒരു ടൈൽ ലാമ്പ് സിസ്റ്റമാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. മറ്റൊന്ന് ഡോറിൻ്റെ കാര്യം പറയുന്ന സമയത്ത് ഒരു കാര്യം കൂടി ഉണ്ട്. ഇതിനിത് തുറന്നിട്ടേ നമ്മളിത് അടക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് റിസ്ക് എടുക്കണം, കാരണം ഈ ടയറിൻ്റെ വെയിറ്റ് അതിനകത്തുള്ളത് കൊണ്ടാണ്. എന്നാൽ താർ റോക്സിലേക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, സിമ്പിളായിട്ട് നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യാം. അതായത് ഇതിനകത്തൊരു ആൻറ്റി ഗ്രാവിറ്റി പോലത്തെ എന്തോ ഒരു സെറ്റപ്പ് ഉണ്ട്. ആ സെറ്റപ്പ് ഉപയോഗിച്ചത് പതുക്കെ ക്ലോസ് ചെയ്ത് പോകും. അത് അത്ര വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യില്ല എന്നുള്ളത്. അതായത് കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ ഒരു സ്റ്റോപ്പ് ലാമ്പ് കാണാം, അത് അതിനകത്തേക്ക് വരുന്ന സമയത്ത് മിസ്സിംഗ് ആണ്. ബാക്കി ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും സെയിം ആണ്. ചെറിയൊരു ഡിസൈൻ എലമെൻറ്റിൻ്റെ ഒരു ഡിഫറൻസ് കാര്യങ്ങളൊക്കെ ബാക്കിൽ നമുക്ക് ഫീൽ ചെയ്യാം. ബാക്കി ഏറെക്കുറെ എല്ലാം ഓക്കെയാണ്, സെയിമാണ്. റിയറിലേ വേറെ ഒരു വ്യത്യാസം കൂടിയുണ്ട്. റിയർ വൈപ്പർ, ഇവിടെ നമുക്കൊരു വൈപ്പർ യൂണിറ്റ് കാണാം. താർ റോക്സിലേക്ക് വരുന്ന സമയത്ത് ഇതിനകത്ത് അങ്ങനെ ഒരു വൈപ്പർ യൂണിറ്റ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഇനി ഇവിടെ ഒരു ഡ്രം ബ്രേക്കാണ്, അത് ഇതിലേക്ക് വരുന്ന സമയത്ത് ഡിസ്ക് ബ്രേക്കാണ് എന്നുള്ളത്. അങ്ങനെ ഒരു വ്യത്യാസം കൂടി ഉണ്ട് കേട്ടോ ഇത് രണ്ടും തമ്മിൽ. ഇനി നമ്മൾ ഇൻറ്റീരിയറിലേക്ക് വരികയാണ്. അതിന് മുന്നേ ഈ സ്റ്റെപ്പിനെ കുറിച്ചും കൂടി പറയാം. ഇത് കുറച്ചുകൂടി താഴെയായ പോലെ എനിക്ക് തോന്നി. അതായത് ഫാമിലിക്കൊക്കെ കയറാൻ കുറച്ചുകൂടി കൺവീനിയൻസ് ആയിട്ട് അത്ര ഉയരമില്ലാത്ത പോലെ. ഇത് കുറച്ച് ഉയരത്തിൽ കൂടുതലാണ്, ഓഫ് റോഡ് ആയതുകൊണ്ടാണ്. ഇനി ഇൻറ്റീരിയറിലേക്ക് വരുന്ന സമയത്തുള്ള വ്യത്യാസങ്ങൾ ഡോർ സൈഡിൽ നിന്ന് തന്നെ ആരംഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഈ പവർ വിൻഡോ കൺട്രോൾസും കാര്യങ്ങളൊക്കെ അത് 3 ഡോറിലേക്ക് വരുന്ന സമയത്ത് സെൻട്രൽ ആംബ്രസ്റ്റിൻ്റെ ആ ഒരു ഭാഗത്തായിട്ടാണ് വരിക. പിന്നെ മാത്രമല്ല ബാക്കിലത്തെ മിറർ താഴ്ത്താനും കാര്യത്തിലൊന്നും പറ്റില്ല. ഇതിനകത്ത് എല്ലാ മിററുകളും താഴ്ത്താം. ഫ്രണ്ടിലത്തെ ഡോറ് മാത്രം ഇത് ഓൾ 1 ടച്ച് അപ്പ് ആൻഡ് 1 ടച്ച് ഡൗൺ ആണ്. പിന്നെ ഹാർമൻ കാർഡിൻ്റെ മ്യൂസിക് സിസ്റ്റം അത് ഡോറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. താറിനകത്തേക്ക് വരുന്ന സമയത്ത് ഡോറിലല്ല, റൂഫിലാണ് കൊടുത്തേക്കുന്നത്. ഡോറ് അഴിച്ചു മാറ്റാം എന്നൊക്കെയുള്ള ആ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് റൂഫിലാണ് കൊടുത്തേക്കണത്. പക്ഷേ അത് ഹാർമൻ കാർഡനല്ലായിരുന്നു, ജസ്റ്റ് 4 സ്പീക്കേഴ്സ് മാത്രം കൊടുത്തേക്കണ, ലോ ക്വാളിറ്റി. പക്ഷേ ഇതിലേക്ക് വരുന്ന സമയത്ത് ഹൈ ക്വാളിറ്റി മ്യൂസിക് സിസ്റ്റമാണ് കൊടുത്തേക്കണത് എന്നുള്ളതാണ്. അതാണ് ഡോർ സൈഡിലുള്ള വ്യത്യാസം. പിന്നെ ഒരു വ്യത്യാസം കൂടിയുണ്ട്. ഇവിടെ നമുക്കൊരു വാട്ടർ ബോട്ടിൽ ഹോൾഡർ. ഇത് താറിൻ്റെ വാട്ടർ ബോട്ടിൽ ഹോൾഡറൊക്കെയാണ്, വലിയതല്ലേ, പക്ഷേ ഇതിനകത്ത് വളരെ ചെറിയതാണ്. ഇതിനായിട്ട് ഏതൊക്കെ വെള്ളക്കുപ്പി ഇതിൽ കൊള്ളുന്നുള്ളത് നമ്മൾ ആലോചിക്കട്ടെ. ചെറിയ വെള്ളക്കുപ്പി വെക്കേണ്ടി വരും. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിളാണ് സീറ്റുകൾ, അത് മറ്റേതിനകത്തില്ല. അതിനകത്തൊക്കെ മാനുവൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഇത് വൈറ്റ് കളറ് നമ്മൾ പറഞ്ഞിരുന്നു ഇത് ഭയങ്കര ഇതാണെന്നുള്ളത്, പക്ഷേ മഹീന്ദ്ര അത് പരിഗണിച്ചു. അവരിപ്പോൾ അതാ കളേർഡ് സീറ്റുകൾ ഇറക്കിയിട്ടുണ്ട്. അതായത് ഈ വൈറ്റ് അല്ലാത്ത വേറെ കളറുകളും ഓപ്ഷൻ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. സ്റ്റിയറിംഗ് വീലിലേക്ക് വരുന്ന സമയത്ത് മഹീന്ദ്രൻ്റെ സ്റ്റിയറിംഗ് വീലിൽ വ്യത്യാസമുണ്ട്. ഇതിപ്പം നമ്മൾ സ്കോർപ്പിയോയിലൊക്കെ കണ്ടിട്ടുള്ള തരത്തിലുള്ള സ്റ്റിയറിംഗ് വീലാണ്. ഇതായിരുന്നില്ല ഥാറിനകത്ത് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. AC വെൻറ്റ് കുറച്ചും കൂടി നല്ലതാണ്, അഡ്ജസ്റ്റബിളൊക്കെ ആയിട്ടുള്ള ഒരു AC വെൻസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഇഗ്നീഷൻ, എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. താറിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കീട്ട് തുറക്കുന്ന പോലെയാണ്. ഇതിനകത്ത് നമുക്ക് ജസ്റ്റ് ഒരു ബട്ടൺ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ്. നൈസ് അല്ലേ? ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിനെ കുറിച്ചും കൂടി പറയാം. ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. അത് താറിലേക്ക് വരുന്ന സമയത്ത് അനലോഗ് ക്ലസ്റ്ററുകളായിരുന്നു ക്രമീകരിച്ചിരുന്നത് എന്നുള്ളതും ഒരു വ്യത്യാസമാണ്. ഇനി അകത്തേക്ക് കയറുന്ന സമയത്ത് സ്റ്റെപ്പ് കുറച്ച് ഉയരക്കുറവായതുകൊണ്ട് തന്നെ കയറാൻ എളുപ്പമാണെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ ഇവിടെ ഒരു ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ബാക്കിലും കൊടുത്തിട്ടുണ്ട്. താർ 3 ഡോറിനകത്ത് അങ്ങനെ ഒരു ഗ്രാബ് ഹാൻഡിലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഡെഡ് പെഡൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ഡെഡ് പെഡൽ കാണാം. ഇത് താറിനകത്ത് ഉണ്ടായിരുന്നില്ല കേട്ടോ, താർ റോക്സിൽ മാത്രമേ ഉള്ളൂ ഡെഡ് പെഡൽ. അപ്പോൾ അവിടെ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം. മറ്റൊന്ന്, ഈ ഡാഷ്ബോർഡ് ഇതൊരു ലെതർ റാപ്പിഡാണ്, ഒരു സോഫ്റ്റ് ടച്ച് ഫീലുള്ള ഒരു ഡാഷ്ബോർഡാണ്. ഇവിടെ നമുക്ക് സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ കാണാം. എന്നാൽ താറിലേക്ക് വരുന്ന സമയത്ത് അത് കുറച്ചുകൂടി ഹാർഡായിരുന്നു, കുറച്ചുകൂടി ഒരു പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഉള്ള കുറച്ചുകൂടി ഒരു ടഫ് ഓഫ് റോഡർ
ഡാഷ്ബോർഡ് പോലെയാണ് അത് കൊടുത്തിട്ടുള്ളത്. ഇത് കുറച്ചുകൂടി ഫാമിലി ഡാഷ്ബോർഡാണ്. ഇനിയും ഇൻറ്റീരിയറിൽ മാറ്റങ്ങളുണ്ട്. 10.25 ഇഞ്ച് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം. ഇതിനകത്ത് ആൻഡ്രോയിഡ് ഓട്ടോ മാത്രമേ കണക്റ്റ് ആവുള്ളൂ. ആപ്പിൾ കാർപ്ലേ ഇല്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ആപ്പിൾകാരൻ മൊത്തത്തിൽ കട്ട് ഓഫ് ചെയ്തിട്ടുണ്ട്, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. പിന്നെ മ്യൂസിക് സിസ്റ്റം 6 സ്പീക്കറുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. സബ്വൂഫറും അതുപോലെ തന്നെ ട്യൂട്ടറും ഒക്കെ ഉള്ള കുറച്ചുകൂടി എന്താ പറയുക സീരിയസ് ആയിട്ടുള്ള ഒരു മ്യൂസിക് സിസ്റ്റമാണ് ഇതിനകത്തേക്ക് കൊടുത്തേക്കുന്നതാണ്. ഓട്ടോമാറ്റിക് ഡൈനറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന റിയർ വ്യൂ മിറർ ഉണ്ട്. നേരത്തെ മാനുവൽ അഡ്ജസ്റ്റ്മെൻ്റ് ആയിരുന്നു. ഇനി ഈ ഒരു സൺവൈസറില്ലേ, ഇത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഇത് മറ്റേനകത്തില്ല, എക്സ്റ്റെൻഡബിൾ അല്ല. ജസ്റ്റ് ഇങ്ങനെ ആക്കാം, പക്ഷേ അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു എന്നുള്ളതാണ്. സൺറൂഫ്, അതും പാനോരമിക് സൺറൂഫ് കൊടുത്തിട്ടുണ്ട്. മറ്റേനകത്ത് സൺറൂഫ് ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ഒരു പ്ലെയിൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ നമുക്കതിനകത്ത് മറ്റേ ഓപ്പൺ ആക്കാൻ പറ്റും, റൂഫൊക്കെ ഓപ്പൺ ആക്കി കൺവേർട്ടബിളൊക്കെ ആക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനകത്ത് സൺറൂഫ് മാത്രമേ ഉള്ളൂ, ഓപ്പൺ ആക്കാനുള്ള ഫെസിലിറ്റി ഇല്ല. അങ്ങനെ 2 വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളതാണ്. നൈസ്. ഇനി വേറൊരു കാര്യം, ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു വയർലെസ് ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ C ടൈപ്പ് ചാർജിങ് പോർട്ടും A ടൈപ്പ് ചാർജിങ് പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊന്നും അതിനകത്തുണ്ടായിരുന്നില്ല. ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക്, അതവിടെ മാനുവൽ പാർക്കിംഗ് ബ്രേക്കാണ്. അവിടെ എന്ന് പറയുമ്പോൾ താർ ഇട്ടോ, താറിനകത്ത് ആണ്. പിന്നെ ഹാൻഡ് റെസ്റ്റ്, ഇത് മറ്റേനകത്ത് ഉണ്ടായിരുന്നില്ല. ഇതിനകത്ത് ഹാൻഡ് റെസ്റ്റ് ഉണ്ട്. ഇത് അഡ്ജസ്റ്റബിളാണ്. ഈ വൈറ്റ് ഇൻറ്റീരിയറിൻ്റെ കാര്യം ഞാൻ പ്രത്യേകം പറയുന്നില്ല, കാരണം വൈറ്റ് ഇൻറ്റീരിയർ ഇപ്പോൾ താറ് പുതിയത് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും താറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ റാം മോട്ടോഴ്സിനെ ബന്ധപ്പെടാം കേട്ടോ. ഇതിനകത്ത് സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. മുതൽ കുറച്ചുകൂടി കൺവീനിയൻ്റ് ആണ് അല്ലേ. ഇനി താർ റോക്സിലേക്ക് വരുന്ന സമയത്തുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ് ഈ 3rd റോയിൽ വിത്ത് ഡോർ എന്നുള്ളത്. നമുക്കൊക്കെ അറിയാം ഇത് 5 ഡോർ ആണ് എന്നുള്ളതാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു ഹൈലൈറ്റ് ആണ് ഇത് 90 ഡിഗ്രി ഓപ്പൺ ആവും. അപ്പോൾ അവിടെ തന്നെ അതിനകത്തേക്ക് കയറാനും ഇറങ്ങാനും ഒക്കെ എളുപ്പമാണ്. നോക്കിയാൽ കറക്റ്റ് സ്ട്രൈറ്റ് ലൈൻ നിൽക്കുന്ന പോലെ 2 ഡോറുകൾ ഓപ്പൺ ആയിട്ട് നിൽക്കുന്നു. അങ്ങനെ ഒരു ഗുണമുണ്ട്. മ്യൂസിക് സിസ്റ്റം, പവർ വിൻഡോ കൺട്രോളൊക്കെ സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. കയറാൻ ഗ്രാബ് ഹാൻഡിൽസ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. യെസ്, അത്യാവശ്യം നല്ല കംഫർട്ടബിളാണ്. താറില്ലേ 3 ഡോറിൽ നമ്മളെ സുഹൃത്തുണ്ട് ജാഷിക്കും ജാഫർ ഡോക്ടർ, ഇവർ 2 ആൾക്കും താറുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞങ്ങളുടെ ട്രിപ്പൊക്കെ പോകുന്ന സമയത്തെ ബാക്കിലത്തെ ആൾക്ക് മൂത്രമൊഴിക്കാൻ പറ്റി കഴിഞ്ഞാൽ മുന്നത്തെ ആൾ ഇറങ്ങണം. ഈ പരിപാടി ഇതിനകത്തില്ല. ഇതിനകത്ത് ബാക്കിലത്തെ ആൾക്ക് മൂത്രമൊഴിക്കാൻ പറ്റിയാൽ വെള്ളം കുടിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ അയാൾ മാത്രം ഇറങ്ങിയാൽ മതി എന്നുള്ള വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഫാമിലിനൊക്കെ അപേക്ഷിച്ച് ഇത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കൺവീനിയൻസ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഹാൻഡ് റെസ്റ്റും അതുപോലെ തന്നെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റും അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ള തൈ സപ്പോർട്ട്, റിയർ AC വെൻസ്, അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു USB പോർട്ട്, ഇതൊന്നും മറ്റേനകത്തില്ല. ഈ ഒരു ഏരിയ അതിനകത്തില്ല. അങ്ങനെ ഒരു വ്യത്യാസം കൂടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി പറയാനുള്ളത് ഇതിൻ്റെ ഡ്രൈവിങ്ങിനെ കുറിച്ചാണ്. ഡ്രൈവ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നില്ല, പക്ഷേ 2 ഡ്രൈവും ചെയ്ത സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യങ്ങൾ, 3 ഡോറിനകത്തേക്ക് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ബോഡി റോള് ഇതിനേക്കാളും കൂടുതലാണ്. ഇത് കുറച്ചും കൂടി ഒതുങ്ങിയ ഭയങ്കര മെച്യൂർ ആയിട്ടുള്ളൊരു വാഹനമാണ്. ഇത് കുറച്ചും കൂടി മോർ കൺവീനിയൻ്റ് ആണ്. അതുപോലെ തന്നെ ഭയങ്കര റിഫൈൻഡ് ആണ്. എൻജിൻ നോയ്സ് അങ്ങനെ കാര്യമായിട്ടില്ല. മ്യൂസിക്കൊക്കെ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും. പിന്നെ സീറ്റുകളൊക്കെ കുറച്ചും കൂടി കംഫർട്ടബിളാണ്. അതുപോലെ തന്നെ ഒരു ഓൾഡ് സ്കൂളിൽ നിന്ന് മാറിയിട്ട് കുറച്ചുകൂടി ടെക്കി ആയിട്ടുള്ള ഒരു വാഹനം എന്നുള്ളൊരു ഫീലുണ്ട്. ഡ്രൈവ് ചെയ്യാൻ സുഖം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താർ റോക്സ് ആണ് എന്ന് പറയും. കാരണം ഇതിൻ്റെ ഈ ഒരു ചേസിസും കാര്യങ്ങളൊക്കെ അങ്ങനെ കുറച്ചും കൂടി ആ രീതിയിൽ ബിൽഡ് ചെയ്തേക്കാനാണ്. അതുകൊണ്ട് തന്നെ ഓടിച്ചു കൊണ്ടെടുക്കാൻ ഏറ്റവും സുഖമായിട്ട് തോന്നിയിട്ടുള്ള ഇതാണ്. എന്നാൽ അത് കുറച്ചും കൂടി സീരിയസ് ഓഫ് റോഡറാണ്. അതിൻ്റെ എല്ലാ സ്വഭാവവും ഉണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെറിയ ഒരു ഇതിലൂടെയൊക്കെയും അല്ലെങ്കിൽ ടൈറ്റ് ആയിട്ടുള്ളൊരു ഓഫ് റോഡ് പാത്തിലൂടെയൊക്കെ കൊണ്ടുപോകാൻ കുറച്ചും കൂടി നല്ലത് അതായിരിക്കും. ഓഫ് റോഡിൽ പുലി സ്റ്റിൽ 3 ഡോർ തന്നെയാണ്. അത് വേറെ ഒന്നും പറയാനില്ല. 5 ഡോർ കുറച്ചുകൂടി ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആണ്. ആ വ്യത്യാസങ്ങളും അതിനനുസരിച്ചുള്ള ചേഞ്ചസും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പാർക്കിംഗ് സെൻസറുകൾ കാര്യങ്ങൾ, അങ്ങനെ 360 ഡിഗ്രി ക്യാമറ വ്യൂ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയും ഇതിനകത്ത്. ഇവിടെ ഈ ഒരു സ്റ്റെപ്പ് കുറച്ച് താഴ്ത്തി വെച്ചത് പോലും അതിൻ്റെ അത്ര ഓഫ് റോഡ് കപ്പാസിറ്റി ഇതിൽ കൊടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതാണ് താറിൻ്റെ 3 ഡോർ വേർഷനും 5 ഡോർ വേർഷനും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ. നിങ്ങൾക്ക് ഏത് താറാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.